രാജി കൂടി വന്നിട്ടുണ്ട്. ഈ രാജി ഹൈക്കോടതിയിൽ നിന്ന് വീണ്ടും ഒരു രാജി, അതായത് ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് MV വിപിൻ രാജിവച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി. CPIM ബന്ധം ആരോപിച്ച് ലോയേഴ്സ് കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. KM ഷപ്ന ലീഗൽ ഡെസ്കിലും ചേർന്നു. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഈ കളമശ്ശേരിയിൽ P രാജീവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിപിൻ പങ്കെടുത്തിരുന്നു എന്നുള്ളതായിരുന്നു ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇയാൾക്ക് CPM ബന്ധമുണ്ടെന്നും പറഞ്ഞിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു, രാജി വന്നിരിക്കുന്നു വിപിന്റെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഇപ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ രാജിയാണ്. നേരത്തെ ദേവസ്വം വകുപ്പിന് കീഴിലുള്ള പ്ലീഡറും രാജിവെച്ചിരുന്നല്ലോ. സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും രണ്ടാം രാജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഈ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചിലരെ നിയമിച്ചു എന്ന ആക്ഷേപം ആദ്യഘട്ടത്തിൽ നിന്നിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ആലോചിക്കാതെയാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നത് എന്ന ഒരു വിവാദവും ഉണ്ടായി. ലോയേഴ്സ് കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ലോയേഴ്സ് കോൺഗ്രസിൽ സജീവമായി പാർട്ടി പ്രവർത്തകരായ അഭിഭാഷകരുണ്ട്. അവരെ തഴഞ്ഞാണ് മറ്റുള്ളവർക്ക് നിയമനം നൽകിയത് എന്ന ആക്ഷേപം സ്പെഷ്യൽ പ്ലീഡറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ആദ്യ വിവാദം ഉയരുന്നത്. നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായയാളെ ദേവസ്വം കേസുകൾ ഏൽപ്പിച്ചു എന്ന വിവാദത്തെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുന്നു. പിന്നീടാണ് ഈ CPMന്റെ പ്രവർത്തകനായ സജീവ പ്രവർത്തകനായ ആളെ AGയുടെ ബന്ധു എന്ന നിലയിലാണ് ഈ നിയമനം നൽകിയിട്ടുള്ളത് എന്ന ആക്ഷേപമാണ് ലോയേഴ്സ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടുകയും ഈ ഗവൺമെന്റ് പ്ലീഡർ രാജിവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ലോയേഴ്സ് കോൺഗ്രസിന്റെ അകത്ത് വലിയ അസംതൃപ്തി പുകയുന്നുണ്ട് ഈ നിയമനങ്ങളുടെ വിവാദവുമായി ബന്ധപ്പെട്ട്. ഓക്കെ ഷബ്ന, ശരി.